കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമായിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ബാരിക്കേഡ് തകർക്കാനായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുകയായിരുന്നു. ക്രൂരമർദ്ദനമാണ്, അല്ലെങ്കിൽ മൂന്നാം മുറയാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത്. അപ്പോൾ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പീഡിപ്പിച്ച ആ സംഭവത്തിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് നമ്മൾ കാണുന്നത്. CCTV ഇല്ലാത്ത ഇടത്ത് വെച്ചും മർദ്ദിച്ചിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നത്. ജെയ്സൺ ചാവളപ്പിൽ നമ്മൾ എന്താണ് അവിടെ നടന്നത് എന്നത് മർദ്ദനമേറ്റയാളുടെ പ്രതികരണത്തിലൂടെ കണ്ടതാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തുമ്പോൾ അതിനു നേരെ ജലപീരങ്കി പ്രയോഗം അടക്കം നടന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രവർത്തകർ ഇപ്പോൾ സമാധാനത്തോടെ നിൽക്കുകയാണോ? നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, സുജിയ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടക്കുകയാണ്. ബാരിക്കേഡ് തടഞ്ഞു. ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമുണ്ടായി. ഇതിനിടയിൽ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. അതിനുശേഷം വീണ്ടും ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമുണ്ടായി. ഇപ്പോൾ PCC പ്രസിഡന്റ് ജോസഫ് ടാജും അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ നേതാക്കളും സമരം ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിക്രൂരമായ മർദ്ദനത്തിനാണെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് വിധേയമായ ദൃശ്യങ്ങൾ ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഇത് സംബന്ധിച്ച പ്രതിഷേധവും പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഇപ്പോൾ മാർച്ച് നടക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ ക്രൂരമർദ്ദനത്തിൽ പങ്കാളികളായ ഈ കേസിലെ പ്രതികളായ SI ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്റ്റേഷനുകളിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടന്നിരിക്കുകയാണ് സുജയ. പോലീസ് സേനയുടെ യഥാർത്ഥ മുഖം വ്യക്തമാകുന്ന ഒരു ആക്രമണം എന്നാണ് യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. 4 പോലീസുകാരാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അവരെ 4 പേരെയും അവരിപ്പോഴും സർവീസിൽ തുടരുന്നുണ്ട്. ആ 4 പേരെയും പുറത്താക്കുന്നതുവരെ കാക്കി ഗുണ്ടകളുടെ അഴിഞ്ഞാട്ടത്തിനെതിരായ പ്രതിഷേധം തുടരും എന്നതാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ പ്രതിഷേധ മാർച്ചിൽ ഈ പ്രതിഷേധം അവസാനിക്കുന്നില്ല എന്ന് വേണ്ടേ കരുതാൻ, ജെയ്സൺ? തീർച്ചയായും സുജിയ, ഇപ്പോൾ തന്നെ തൃശ്ശൂരിലെ DCC പ്രസിഡന്റ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 പോലീസ് ഉദ്യോഗസ്ഥർ, അതിൽ SI ന്യൂമാൻ ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥർ തൊഴിലെടുക്കുന്ന അതാത് സ്റ്റേഷനുകളിലേക്ക് 10-ാം തീയതി മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശ്ശൂർ സ്റ്റേഷൻ, മണ്ണുത്തി സ്റ്റേഷൻ, അതുപോലെ തന്നെ ഈസ്റ്റ്, അതുപോലെ തന്നെ വിയ്യൂർ സ്റ്റേഷൻ, ഈ 4 പോലീസ് സ്റ്റേഷനുകളിലാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റിയിൽ പങ്കാളികളായ 4 പോലീസുകാർ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സമരം ശക്തമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം, യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം. അതിക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഏവരെയും ഞെട്ടിച്ചിരുന്നു. യാതൊരു കുറ്റവും ചെയ്യാത്ത നിരപരാധിയായ ഒരു യുവാവിനെ സ്റ്റേഷനിലേക്ക് ജീപ്പിൽ കയറ്റിയത് മുതൽ സ്റ്റേഷനകത്തിട്ട് വരെ മർദ്ദിക്കുന്നതിന്റെ അതിഭീകരമായ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി സംബന്ധിച്ച പ്രതിഷേധവും അതോടൊപ്പം തന്നെ ശക്തമായി. അല്പം മുമ്പാണ് കുന്നംകുളത്തെ കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്നും മാർച്ച് ആരംഭിച്ചത്. ഇപ്പോൾ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മാർച്ച് നടന്നത്. സമീപത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് തന്നെ വൻ പോലീസ് സുരക്ഷാ സംവിധാനം ഒരുക്കിയിരുന്നു. ബാരിക്കേഡ് വെച്ച് തകർത്തു. ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമുണ്ടായി. ഇതിനിടയിലാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചത്. ഇപ്പോൾ സമരം വരും മണിക്കൂറുകളിലും സമരം ശക്തമാകുമെന്ന സൂചന നൽകുന്നത്. ഇപ്പോൾ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുകയാണ് സുജയ. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ജെയ്സൺ ചാവളപ്പിലാണ്. 3-ാം മുറയിൽ പ്രതിഷേധിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നതാണ് നമ്മൾ തത്സമയം കണ്ടത്.